Hello guys, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1752 ചെക്ക് ഇഫ് array is sorted and rotated. നമുക്ക് ഒരു array തന്നിട്ടുണ്ട്. അത് സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യണം, അത് അൺസോർട്ടഡ് ആണെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യണം. പക്ഷേ ഈ array റൊട്ടേറ്റഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ഈ array 3 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 3 ഇപ്പുറത്ത് പോകും, പിന്നെ 4 ഇപ്പുറത്ത് പോകും, പിന്നെ 5 ഇപ്പുറത്ത് പോകും. അപ്പോൾ ഇങ്ങനെ array കിട്ടും. ഇങ്ങനെയാണെങ്കിലും ട്രൂ എന്ന് റിട്ടേൺ ചെയ്യണം. അഥവാ അൺസോൾഡ് ആണെങ്കിൽ നമുക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് 3 കണ്ടീഷൻ ഉണ്ട്. ഇത് ഒരു സോർട്ടഡ് അറിയാം. 1 2 3 4 5. ഇത് 0, ഇത് ഫസ്റ്റ് ഇൻഡെക്സ് ആണ്. ഇത് ith എലമെന്റ് ആണെങ്കിൽ 0th ഇൻഡെക്സ് i-1 എലമെന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ നോക്കണം. ARR ഓഫ് i-1 എന്ന് പറയുന്നത് is always ഈ കണ്ടീഷനാണ് ലെസ് ദാൻ ഐ. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റർ ദാൻ എഴുതിയിരിക്കുന്നത് ആ കണ്ടീഷൻ നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ. അതായത് i-1 is always less than i in case of sorted arrays. പക്ഷേ ഈ ഐ ഇതിനേക്കാൾ ചെറുതായിരിക്കും, ഈ ഐ ഇതിനേക്കാൾ ചെറുതായിരിക്കും, ഈ ഐ ഇതിനേക്കാൾ ചെറുതായിരിക്കും. പക്ഷേ ഇത് ഇതിനെക്കാട്ടി വലുതാണ്. ഓക്കെ, അതായത് പ്രീവിയസ് എലമെന്റ് നെക്സ്റ്റ് എലമെന്റിനെ കാട്ടി ഇവിടെ ഒരു തവണ വലുതാവുന്നു. ദാറ്റ് ഈസ് ഫോർ എ സോർട്ടഡ് array or any sorted array, there will be only one condition where the previous element is greater than first element, greater than the next element. അതായത് ഇങ്ങനെ വയ്ക്കാതെ ഈ മാത്രം ഇതിൽ ഈ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, നമുക്ക് ഐ ലെസ് നോട്ട് ലെസ് ദാൻ. അതായത് ഇത് കണ്ടീഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, അതെല്ലാം നമുക്ക് 0 ആണ്. പക്ഷേ ഈ അവസാനത്തെ കണ്ടീഷൻ ഇവിടെ നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കൗണ്ട് 1 ആണ്. അപ്പോൾ ഒരു കണ്ടീഷൻ നമുക്ക് പ്രീവിയസ് എലമെന്റ് ലെസ് ദാൻ നെക്സ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ 1 കിട്ടി. അപ്പോൾ നമുക്കൊരു റോട്ടേറ്റഡ് സോർട്ടഡ് അറേ ആണെങ്കിലോ, ഇതൊരു സോർട്ടഡ് അറേ ആണ്, പക്ഷേ റോട്ടേറ്റഡ് ആണ്, 2 ടൈംസ് റോട്ടേറ്റഡ് ആണ്. ഇത് അറേ 2 ടൈംസ് റോട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ അറേക്കകത്ത് നമുക്ക് എത്ര എലമെന്റ് അങ്ങനെ പറയാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഇത് അതിനേക്കാൾ ചെറുതാണ്, ഇത് ഇതിനേക്കാൾ ചെറുതാണോ അല്ല, ഇതൊരു കണ്ടീഷൻ ചെറുതല്ല എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ കൗണ്ട് പിന്നെ വന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ഇതിനേക്കാൾ ചെറുതാണ്, ഇതിനേക്കാൾ ചെറുതാണ്, ഇത് ഇതിനേക്കാൾ ചെറുതാണ്. അപ്പം ഒരു റൊട്ടേറ്റഡ് സോർട്ടഡ് അറേക്കകത്ത് പിന്നെയും നമുക്ക് ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് എന്ത് വരും, പ്രീവിയസ് എലമെന്റ് ഈസ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ കറണ്ട് എലമെന്റ്. അപ്പം നമുക്ക് ഒരു ഫുൾ സോർട്ട് അറേക്കകത്ത് ഒരു കണ്ടീഷൻ വരുന്നു, നമുക്ക് പ്രീവിയസ് എലമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് എലമെന്റ്. റൊട്ടേറ്റഡ് സോർട്ട് അറേക്കകത്ത് ഒരു കണ്ടീഷൻ വരുന്നു, പ്രീവിയസ് എലമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് എലമെന്റ്. അത് ഈ ഒരു കണ്ടീഷനാണ് 5 1 പെയർ. അത് നമുക്ക് അതും ഒരു 1 ഇൻക്രിമെന്റ് ചെയ്യും. വേറൊരു അറേ എടുത്ത് നോക്കാം. വേറൊരു അറേക്കകത്ത് 3 ലെസ് ദാൻ 5 ആണോ, 5 ലെസ് ദാൻ 7 ആണോ, 7 ലെസ് ദാൻ 1 ആണോ അല്ല, അപ്പോൾ ഒരു കണ്ടീഷൻ. 6 ലെസ് ദാൻ 3 ആണോ അല്ല, അപ്പോൾ 2 കണ്ടീഷൻ. അപ്പം ഈ അറേ സോർട്ടഡ് ആണോ റൊട്ടേറ്റഡ് ആണോ? ഈ അറേ സോർട്ടഡ് റൊട്ടേറ്റഡോ അല്ല. കാര്യം 1 6 പിന്നെ 3 വരുന്നുണ്ട്, പിന്നെ 5 വരുന്നുണ്ട്. അപ്പോൾ ഇത് സോർട്ടഡും അല്ല റൊട്ടേറ്റഡും അല്ല. അപ്പോൾ ഇതിന് 2 പെയർ വരുന്നുണ്ട്, 7 1 6 3. അതുകൊണ്ട് കൗണ്ട് 2. അപ്പോൾ കൗണ്ട് 2 വരുന്ന എല്ലാ, അതായത് ഗ്രേറ്റർ ദാൻ 1 വരുന്ന എല്ലാ കണ്ടീഷനും റൊട്ടേറ്റഡും അല്ല സോർട്ടഡും അല്ല, സോർട്ടഡ് അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഫോൾസ് റിട്ടേൺ ചെയ്യണം. പക്ഷെ വേറൊരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് വരുന്നുണ്ട്, നമുക്ക് എല്ലാ എലമെന്റും ഈക്വൽ ആണ്. നമുക്ക് i-1 ഗ്രേറ്റർ ദാൻ ഐ എഴുതാൻ പറ്റുന്നില്ല, ഫോൾസ്. കാര്യം ഇതെല്ലാം ഈക്വൽ ആണല്ലോ. അപ്പം നമുക്ക് ഇതിനകത്ത് ഇത് രണ്ടും കമ്പയർ ചെയ്താലും വരുമില്ല. അപ്പം നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്, കൗണ്ട് 0 ആയിരിക്കും കിട്ടണം. 0 ആണെങ്കിലും 1 ആണെങ്കിലും ട്രൂ പ്രിന്റ് ചെയ്യണം. 0 1 മുകളിലാണെങ്കിൽ, അതായത് 2 അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, ഫോൾസ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഇവിടെ നമുക്ക് ഐസിൽ 1 ആണ് കൊടുക്കാൻ കാര്യം. 0 ആണെങ്കിൽ -1 അടിക്കുമ്പോൾ, i-1 അടിക്കുമ്പോൾ നെഗറ്റീവിലേക്ക് മൊത്തം അറിയുമ്പോൾ നമുക്ക് ഇതായിരിക്കും, ഓവർഫ്ലോ ആയിരിക്കും. ഒരു സെക്കൻഡ്. നമ്മളപ്പോൾ പ്ലസ് അഥവാ നമ്മുടെ കറണ്ട് എലമെന്റ് പ്രീവിയസ് എലമെന്റ് ഗ്രേറ്റർ ദാൻ കറണ്ട് എലമെന്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു.
കൗണ്ട് ഇനിഷ്യലൈസ് ചെയ്തില്ല. നമുക്ക് ലാസ്റ്റ് എലമെന്റ് ഫസ്റ്റ് എലമെന്റ് ചെക്ക് ചെയ്യണം. അപ്പം അത് ഈ ഫോർ ലൂപ്പ് നടക്കൂല. അപ്പം നമ്മൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൗണ്ട് പ്ലസ് അടിക്കുന്നു. എന്നിട്ട് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അതായത് ലെസ്സൺ വൺ ആണെങ്കിൽ മാത്രം ട്രൂ, അല്ലെങ്കിൽ എപ്പോഴും ഫോൾസ്. അതായത് വണ്ണിനെക്കാട്ടി മുകളിലുള്ള എല്ലാം ഫോൾസ് റണ്ണിങ് നോക്കാം. Yes.